അകത്തും പുറത്തുമല്ലാത്ത ജോസഫ്. കേരള കോൺഗ്രസിലെ തർക്കം പരിഹാരമില്ലാതെ തുടരുന്നു. കോൺഗ്രസ് നേതൃത്വവുമായി പി ജെ ജോസഫും കെ എം മാണിയുമായി കോൺഗ്രസ് നേതൃത്വവും മാരത്തോൺ ചർച്ചകൾ നടത്തിയെങ്കിലും ഒരു ഒത്തുതീർപ്പിലും എത്തിയില്ല. കോട്ടയത്തെ സ്ഥാനാർത്ഥിയെ മാറ്റില്ലെന്ന് മാണി വിഭാഗം പരസ്യമായി പ്രഖ്യാപിച്ചതോടെ ജോസഫിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. അതേസമയം ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയായി ഉമ്മൻചാണ്ടിയെ കോട്ടയത്ത് മത്സരിപ്പിക്കണമെന്ന ജോസഫിന്റെ നിർദ്ദേശം കോൺഗ്രസ് അംഗീകരിച്ചില്ല. ജോസഫ് കോൺഗ്രസ് നേതാക്കളുമായി ഒറ്റയ്ക്കും കൂട്ടായും മണിക്കൂറുകൾ നീണ്ട ചർച്ച നടത്തി. പക്ഷേ പരിഹാരം മാത്രമുണ്ടായില്ല. ഞങ്ങൾ ഈ വിഷയങ്ങൾ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച ചെയ്തു, അതിന്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്തു. അവര് ആലോചിച്ചിട്ട് അതേ സംബന്ധിച്ചിട്ടുള്ള ഒരു നിലപാട് പറയാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ പി ജെ ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസിൽ ഉന്നയിച്ച വിഷയങ്ങളും യു ഡി എഫിൽ ഉന്നയിച്ച വിഷയങ്ങളും തൃപ്തികരമായി പരിഹരിക്കുന്നതിന് കോൺഗ്രസ് നേതൃത്വം ഇടപെടണം, യു ഡി എഫ് നേതൃത്വം ഇടപെടണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ തീർച്ചയായിട്ടും അക്കാര്യങ്ങൾ ബന്ധപ്പെട്ട എല്ലാവരോടും കൂടിയാലോചിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുല്ലപ്പള്ളി രാമചന്ദ്രനുമായും പ്രത്യേകം ചർച്ച നടത്തി. പിന്നീട് ഇവരുമായി ഒന്നിച്ചു വരുന്നു. കോട്ടയത്ത് ഉമ്മൻചാണ്ടി മത്സരിക്കുക, പകരം കേരള കോൺഗ്രസിന് ഇടുക്കി സീറ്റ് നൽകുക, അവിടെ താനല്ലാതെ മറ്റൊരാൾ മത്സരിക്കും. ഇതായിരുന്നു ജോസഫിന്റെ ഒത്തുതീർപ്പ് ഫോർമുല. മത്സരിക്കാനുള്ള നിലപാടിൽ ഉമ്മൻചാണ്ടി ഉറച്ചു നിന്നപ്പോൾ കോട്ടയത്ത് സ്ഥാനാർത്ഥിയെ മാറ്റില്ലെന്ന് ജോസ് കെ മാണി പരസ്യമായി പ്രഖ്യാപിച്ചു. 2.25 മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് ശേഷവും പരിഹാരം കണ്ടെത്താൻ കഴിയാത്തതിനാൽ മറ്റ് ഘടകകക്ഷികളെ കൂട്ടുപിടിച്ച് കോൺഗ്രസ് തലയൂരി. കേരള കോൺഗ്രസിലുണ്ടായ ചില ഡെവലപ്മെന്റ്സ് ഉണ്ട്. ആ സാഹചര്യത്തിൽ അവരോടെല്ലാം ചർച്ച നടത്തി. പിണങ്ങിയെങ്കിലും പിളരേണ്ടെന്നാണ് പി ജെ ജോസഫിന്റെയും ഒപ്പം നിൽക്കുന്നവരുടെയും നിലപാടെന്നാണ് സൂചന. മുഖം രക്ഷിക്കുന്ന ഒരു പരിഹാരമെന്നതാണ് ജോസഫ് കോൺഗ്രസിന്റെയും ലീഗിന്റെയും മുന്നിൽ വെക്കുന്ന നിബന്ധന. ഇടതുമുന്നണിയിലേക്ക് ചായാൻ നിന്ന കേരള കോൺഗ്രസിനെ യു ഡി എഫിലേക്ക് മടക്കി കൊണ്ടുവന്നതിന്റെ പ്രത്യുപകാരം പ്രതീക്ഷിച്ചാണ് ജോസഫിന്റെ കാത്തിരിപ്പ്. ആർ കിരൺ ബാബു, പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. കണ്ണൂരിൽ താൻ തന്നെയെന്ന് കെ സുധാകരൻ. കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി തീരുമാനത്തിന് മുൻപ് നാടകീയമായിട്ടാണ് കെ സുധാകരൻ സ്വന്തം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. സ്ഥാനാർത്ഥി ചർച്ചകൾക്കായുള്ള ഡൽഹി സന്ദർശനത്തിന് ശേഷം മടങ്ങിയെത്തിയ സുധാകരന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കോൺഗ്രസ് പ്രവർത്തകർ ഒരുക്കിയ വൻ സ്വീകരണത്തിനിടെയായിരുന്നു പ്രഖ്യാപനം. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വ്യത്യസ്തമായ ശൈലി സൂക്ഷിക്കുന്നയാളാണ് കെ സുധാകരൻ. നാടകീയമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും ആ ശൈലി പ്രകടമായി. കണ്ണൂരിൽ മത്സരിക്കാനില്ലെന്ന വാർത്ത ഡൽഹിയിൽ തിരുത്തിയ കെ സുധാകരൻ തിരികെ എത്തിയപ്പോൾ ഒരു പടി കൂടി കടന്ന് സ്വന്തം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയായിരുന്നു. സ്ഥാനാർത്ഥി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും തത്വത്തിൽ അംഗീകരിച്ച കണ്ണൂർ പാർലമെന്റ് നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് കണ്ണൂരിൽ വന്നിറങ്ങുമ്പോൾ യു ഡി എഫിന്റെ പ്രവർത്തകന്മാർ തന്ന ഈ ആവേശകരമായ സ്വീകരണത്തിന് ഞാൻ ഹൃദയം തട്ടി നന്ദി പറയും. അക്രമരാഷ്ട്രീയവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വാഗ്ദാന ലംഘനവും പ്രചാരണ രംഗത്തെ പ്രധാന വിഷയമാകുമെന്ന് കെ സുധാകരൻ പറഞ്ഞു. സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം യു ഡി എഫിന് ആവേശം പകരുമെന്ന് ഘടകകക്ഷി നേതാക്കളും പ്രഖ്യാപിച്ചു. കെ സുധാകരൻ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി വരുന്നതോടുകൂടി വലിയ ഒരു ആവേശവും ഊർജവും യു ഡി എഫിന്റെ പ്രവർത്തകന്മാർക്ക് കൈവന്നിരിക്കുകയാണ്. മനു ഭരത്, ന്യൂസ് 18, കണ്ണൂർ. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ രാഹുൽ ഗാന്ധി ഇന്ന് സംസ്ഥാനത്ത്. നാഗർകോവിലിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത രാഹുൽ അല്പസമയത്തിനകം തൃശൂരിലെത്തും. ഇന്ന് രാമനിലയത്തിലാണ് താമസം. നാളെ തൃപ്രയാറിൽ ഫിഷർമെൻ പാർലമെന്റിലും കോഴിക്കോട് തെരഞ്ഞെടുപ്പ് റാലിയിലും പങ്കെടുക്കും. നാഗർകോവിലിലെ തെരഞ്ഞെടുപ്പ് റാലിക്ക് ശേഷമാണ് രാഹുൽ ഗാന്ധി വൈകിട്ട് തൃശൂരിലെത്തുന്നത്. രാമനിലയത്തിലാണ് താമസ സൌകര്യം ഒരുക്കിയിരിക്കുന്നത്. നാളെ തൃപ്രയാറിൽ ഫിഷർമെൻ പാർലമെന്റിൽ പങ്കെടുക്കും. തുടർന്ന് രാഹുൽ രക്തസാക്ഷികളായ ഷുഹൈബിന്റെയും കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബങ്ങളെ കാണും. വൈകിട്ട് കോഴിക്കോട് കടപ്പുറത്താണ് ജനമഹാറാലി. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന്റെ ഉദ്ഘാടനമായി ഈ പരിപാടി മാറും. കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന റാലിയിൽ 1,00,000-ലധികം പേർ പങ്കെടുക്കുമെന്നാണ് സംഘാടകരുടെ കണക്കുകൂട്ടൽ. സ്ഥാനാർത്ഥികളെ നിർണയിക്കാനുള്ള അനൌപചാരിക ചർച്ചകളും സന്ദർശനത്തിനിടെ നടക്കും. ന്യൂസ് 18, കോഴിക്കോട്. വടകരയിൽ കെ രമയെ UDF സ്ഥാനാർത്ഥിയാക്കണമെന്ന് KM ഷാജി MLA. രാഷ്ട്രീയ കൊലപാതകം ചർച്ചയാകുമ്പോൾ ഇരയും വേട്ടക്കാരനും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കേണ്ടത്. അതിനുള്ള അവസരം കോൺഗ്രസ് ഒരുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഷാജി പറഞ്ഞു.
പി ജയരാജൻ CPM സ്ഥാനാർത്ഥിയായി എത്തുന്ന വടകരയിൽ KK രമ തന്നെ UDF സ്ഥാനാർത്ഥിയാകണമെന്ന അഭിപ്രായം തുറന്നു പറയുകയാണ് KM ഷാജി MLA. KK രമ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ജീവിക്കുന്ന ഇരയാണ്. 51 വെട്ടുവെട്ടിയ വാൾത്തലയേക്കാൾ ജനാധിപത്യത്തിൽ വോട്ടിനാണ് ശക്തി. ഇരയും വേട്ടക്കാരനും തമ്മിലുള്ള ജനാധിപത്യ പോരാട്ടത്തിന് അരങ്ങൊരുക്കണമെന്നും ഷാജി ആവശ്യപ്പെടുന്നു. ഞാൻ രമ നിർത്തിയാൽ വിജയിക്കുമെന്നോ അതല്ലെങ്കിൽ വേറെ ആൾ നിന്നാൽ വിജയിക്കുമോ അതൊന്നും ഞാൻ പറഞ്ഞ ആ പോയിന്റിനകത്ത് ഒരിക്കലുമില്ല. ഞാൻ പറഞ്ഞത് ഇരയും വേട്ടക്കാരനും. ഇത് ഇന്ത്യൻ പൊളിറ്റിക്സിലെ അടുത്ത തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ചർച്ചയാണ്. മത്സരിക്കാനില്ലെന്ന് സിറ്റിംഗ് MP മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആവർത്തിച്ചു പറഞ്ഞതിന് പിന്നാലെയാണ് KM ഷാജിയുടെ നിലപാട് പ്രഖ്യാപനം. ഘടകകക്ഷികളുടെ സീറ്റിന്റെ കാര്യത്തിൽ മുസ്ലിം ലീഗ് അഭിപ്രായം പറയാറില്ലെങ്കിലും ഷാജിയുടെ അഭിപ്രായം പൊതുവിൽ ലീഗിന്റെ തന്നെയെന്നാണ് സൂചന. LDF സ്ഥാനാർത്ഥിയായി P ജയരാജൻ വരുമ്പോൾ എതിർസ്ഥാനത്ത് KK രമ മത്സരിച്ചാൽ TP ചന്ദ്രശേഖരൻ വധം മുതൽ ഷുഹൈബ് വധം വരെ ചർച്ചയാകുമെന്നാണ് ലീഗിന്റെ കണക്കുകൂട്ടൽ. പരമാവധി MPമാരെ കൈപ്പത്തി ചിഹ്നത്തിൽ പാർലമെന്റിൽ എത്തിക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് സിറ്റിംഗ് സീറ്റ് പൊതുസ്വതന്ത്രന് വിട്ടുകൊടുക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. ന്യൂസ് 18 കോഴിക്കോട്. ശബരിമലയുടെ പേരും ചിത്രങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്ന് ആവർത്തിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ. സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിക്കുന്നതിൽ തടസ്സമില്ല. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുമെന്ന നിലപാടിലാണ് BJPയും കോൺഗ്രസും. രാഷ്ട്രീയ പാർട്ടികളെ വട്ടം കറക്കുന്നതാണ് ശബരിമല വിഷയത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ നൽകിയ വിശദീകരണം. ശബരിമലയുടെ പേരും ചിത്രങ്ങളും ഉപയോഗിക്കുന്നത് ചട്ടലംഘനമാണെന്ന മുൻ നിലപാട് ടിക്കാറാം മീണ ആവർത്തിച്ചു. അയ്യപ്പന്റെ പേര് ഉപയോഗിച്ചും വോട്ട് പിടിക്കരുത്. ശബരിമലയിലെ പോലീസ് നടപടിയുടെ ദൃശ്യങ്ങളോ ഫോട്ടോയോ പ്രചാരണത്തിൽ ഉൾപ്പെടുത്തരുത്. ശബരിമല എന്റെ പേര് മാത്രം ഉപയോഗിച്ചാൽ ഇല്ല. ഞാൻ പറഞ്ഞത് ഇത് റിലീജിയസ് ആയിട്ടുള്ള ഒരു കനോട്ടേഷൻ വരാൻ പാടില്ല. It should not be used as a religious thing to get the votes. എന്നാൽ ശബരിമല വിഷയത്തിന് പിന്നിലുള്ള രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കുന്നതിൽ തെറ്റില്ല. ഇതിന്റെ പരിധി രാഷ്ട്രീയ പാർട്ടികൾ തന്നെ നിശ്ചയിക്കണമെന്നും മീണ വ്യക്തമാക്കി. ബാക്കി അവരുടെ പരസ്പര പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഹേട്രേഡ് ഉണ്ടാക്കാൻ പാടില്ല ഇൻ ദ നെയിം ഓഫ് റിലീജിയൻ. ശബരിമല വിഷയം പ്രചരണ രംഗത്ത് കൊണ്ടുവരുമെന്ന നിലപാടിലാണ് BJPയും കോൺഗ്രസും. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തത വരുത്തിയിട്ടുണ്ട് എന്നാണ് ഇരു പാർട്ടികളുടെയും വാദം. ആ ഇഷ്യൂ, അതിലെ പോലീസ്, സർക്കാരിന്റെ നിലപാട്, അധീഷ്ഠികളുടെ നിലപാട് തുടങ്ങിയുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രചരിപ്പിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷെ പൊതുവായ നിയമത്തിൽ അന്യോന്യം സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിക്കരുതെന്നുള്ളതാണ്. ശബരിമലയുടെ പേര് ഉപയോഗിക്കുന്നത് പോലും ചട്ടലംഘനമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇതെങ്ങനെ സാധ്യമാകുമെന്നതാണ് മറുചോദ്യം. വിഷയം പ്രചരണത്തിനിടെ ഉന്നയിക്കപ്പെട്ടാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് നിലപാടെടുക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. ന്യൂസ് 18 തിരുവനന്തപുരം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ മന്ത്രി K ബാബുവിന് തിരിച്ചടി. കേസിൽ നിന്ന് വിടുതൽ ചെയ്യണമെന്ന ബാബുവിന്റെ ഹർജി മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളി. ഇതോടെ K ബാബു വിചാരണ നേരിടേണ്ടിവരും. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ മന്ത്രി K ബാബു വിചാരണ നേരിടണമെന്നാണ് വിജിലൻസ് കോടതിയുടെ നിർദ്ദേശം. പ്രഥമദൃഷ്ട്യാ 43% അധിക സ്വത്ത് ഉണ്ടെന്ന വിജിലൻസിന്റെ കണ്ടെത്തൽ തള്ളിക്കളയാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കി. MLAയും മന്ത്രിയുമായിരുന്ന കാലത്ത് ലഭിച്ച ആനുകൂല്യങ്ങൾ കണക്കാക്കാതെയാണ് കുറ്റപത്രം തയ്യാറാക്കിയതെന്ന ബാബുവിന്റെ വാദം കോടതി തള്ളി. 2001 മുതൽ 2016 വരെയുള്ള കാലയളവിൽ ബാബു അനധികൃതമായി 28 ലക്ഷം രൂപ സമ്പാദിച്ചെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പ് തന്റെ മൊഴി രേഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് ബാബു നേരത്തെ പരാതി നൽകിയിരുന്നു. തുടർന്ന് ബാബുവിന്റെയും ബന്ധുക്കളുടെയും മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ K ബാബു ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. ന്യൂസ് 18 കൊച്ചി. റഫാൽ രേഖകൾ മോഷ്ടിച്ചതാണെന്ന് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ. രേഖകളുടെ പകർപ്പെടുത്ത് കടത്തിയെന്ന് കേന്ദ്രം സുപ്രീംകോടതിയിൽ സമർപ്പിച്ച പുതിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. കേസ് നാളെ വീണ്ടും പരിഗണിക്കും. റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ ഫോട്ടോ കോപ്പിയെടുത്ത് പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് കടത്തിയതാണെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുന്നു. രേഖകൾ ചോർത്തിയത് ദേശീയ സുരക്ഷയെ ബാധിക്കും. രഹസ്യ സ്വഭാവം നഷ്ടമാകുന്നത് വിദേശ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾക്ക് തിരിച്ചടിയാകും. ഫെബ്രുവരി 28 മുതൽ ഇത് സംബന്ധിച്ച അന്വേഷണം നടന്നുവരുന്നുണ്ട്. ഈ രേഖകൾ പുനഃപരിശോധനാ ഹർജിയുടെ ഭാഗമാക്കരുത്. ശത്രുരാജ്യങ്ങൾക്ക് പോലും വിവരങ്ങൾ ലഭിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കരുത് എന്നും സത്യവാങ്മൂലത്തിൽ കേന്ദ്ര സർക്കാർ പറയുന്നു. നാളെ റഫാൽ കേസ് സുപ്രീംകോടതി വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് പുതിയ സത്യവാങ്മൂലം സമർപ്പിച്ചത്. റഫാൽ ഇടപാടിൽ കേന്ദ്ര സർക്കാരിന് ക്ലീൻ ചിറ്റ് നൽകിയ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന ആവശ്യത്തിൽ
ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് തുറന്ന കോടതിയിൽ വാദം കേൾക്കുന്നത്. റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട പുറത്തുവന്നിരിക്കുന്ന രേഖകൾ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് മോഷ്ടിച്ചതാണെന്ന അറ്റോർണി ജനറലിന്റെ വാദം നേരത്തെ വിവാദമായിരുന്നു. ഗുരുതരമായ അഴിമതി ആരോപണ വിഷയമായതിനാൽ മോഷ്ടിക്കപ്പെട്ട രേഖകളാണെങ്കിലും പരിശോധിക്കുന്നതിൽ തെറ്റില്ലെന്ന് കോടതിയും നിരീക്ഷിച്ചിരുന്നു. ഇതിനിടെയാണ് പുതിയ സത്യവാങ്മൂലം കേന്ദ്ര സർക്കാർ ഫയൽ ചെയ്തിരിക്കുന്നത്. ന്യൂസ് 18 ഡൽഹി. രാജ്യത്ത് ഒരാശയം മാത്രം നടപ്പാക്കാനാണ് കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. സമൂഹത്തിൽ സ്ത്രീകളുടെ പങ്കിനെക്കുറിച്ച് അവർക്ക് പ്രത്യേക കാഴ്ചപ്പാടാണുള്ളത്. രാജ്യത്തെ ഒന്നിപ്പിച്ചു നിർത്തുന്ന ആശയവും ഭിന്നിപ്പിക്കുന്ന ആശയവും തമ്മിലാണ് പോരാട്ടമെന്നും ചെന്നൈ സ്റ്റെല്ല മേരീസ് കോളേജിൽ വിദ്യാർത്ഥിനികളുമായി സംവദിക്കവേ അദ്ദേഹം പറഞ്ഞു. How many times have you seen the Prime Minister of India standing in the middle of 3,000 women like this? How many times have you seen the Prime Minister of India standing here like this, being open to any question from anybody? How many of you have had the opportunity to ask him, Mr. Prime Minister, what do you think about education? What do you think about this? What do you think about that? Why doesn't the Prime Minister have the guts to come and stand in front of 3,000 women and be questioned by them? ജമ്മുകാശ്മീർ പുൽവാമയിൽ സൈനികനെ വെടിവെച്ചു കൊന്നു. ആക്രമണത്തിന് പിന്നിൽ ഭീകരരെന്നാണ് സൂചന. അതേസമയം ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന പ്രമേയത്തെ യുഎനിൽ ചൈന വീണ്ടും എതിർക്കുമെന്നാണ് റിപ്പോർട്ട്. പ്രമേയത്തിൽ നിലപാട് അറിയിക്കാനുള്ള സമയം ഇന്ന് അവസാനിച്ചു. പുൽവാമയിലെ പിംഗ്ലീന ഗ്രാമത്തിലാണ് സൈനികൻ കൊല്ലപ്പെട്ടത്. ജമ്മു കാശ്മീർ ലൈറ്റ് ഇൻഫൻട്രി റെജിമെന്റിലെ സൈനികൻ ആഷിഖ് ഹുസൈന് നേരെ മുഖംമൂടി ധരിച്ചയാൾ വെടിവെക്കുകയായിരുന്നു. ഭീകരസംഘത്തിൽപ്പെട്ടയാളാണ് വെടിവെച്ചതെന്നാണ് സൂചന. ജമ്മു കാശ്മീർ പോലീസും സൈന്യവും സംയുക്തമായി തെരച്ചിൽ ആരംഭിച്ചു. അതേസമയം ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുവാനുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയത്തിൽ നിലപാടറിയിക്കാനുള്ള സമയം ഇന്ന് അവസാനിച്ചു. അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാൻ സാധിക്കാത്തത് മേഖലയിലെ സമാധാന അന്തരീക്ഷത്തിന് തിരിച്ചടിയാകുമെന്ന് ചൈനയോട് അമേരിക്ക വ്യക്തമാക്കി. നിരവധി ആക്രമണങ്ങൾക്ക് പിന്നിൽ അസറാണെന്ന് വ്യക്തമാണെന്നും അമേരിക്കൻ സ്റ്റേറ്റ് ഉപവക്താവ് റോബർട്ട് പെല്ലഡാനോ പറഞ്ഞു. നേരത്തെ ചൈന ഉൾപ്പെടെയുള്ള സുരക്ഷാ സമിതിയിലെ 13 രാജ്യങ്ങൾക്ക് മസൂദ് അസറിനെതിരായ തെളിവുകൾ ഇന്ത്യ കൈമാറിയിരുന്നു. അസറിനെതിരെ ഫ്രാൻസ്, ബ്രിട്ടൻ, അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് യുഎനിൽ പ്രമേയം കൊണ്ടുവന്നിട്ടുള്ളത്. ന്യൂസ് 18 ഡൽഹി. പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നളിനി നെറ്റോ രാജിവെച്ചത് അഭിപ്രായ വ്യത്യാസം കൊണ്ടല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സഹോദരൻ സ്ഥാനമേൽക്കുന്നതിനാൽ തുടരുന്നത് ഔചിത്യമല്ലാത്തതിനാലാണ് രാജിയെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. രാജിവെച്ച നളിനി നെറ്റോയുടെ സഹോദരനുണ്ട് മോഹനൻ. ആ മോഹനെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിശ്ചയിച്ചുകൊണ്ടുള്ള കടലാസിലാണ് ഒപ്പുവെച്ചത്. അപ്പൊ അങ്ങനെയൊരു സ്ഥാനം സഹോദരനെ ഏൽക്കുമ്പോൾ അവിടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് നളിനി നെറ്റോ ഇരിക്കുന്നത് ഔചിത്യമല്ല എന്ന് അവർക്ക് തന്നെ തോന്നിയതുകൊണ്ട് അവരൊഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. അതേസമയം നളിനി നെറ്റോയുടെ സഹോദരനായ ആർ മോഹനനെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിക്കാൻ തീരുമാനിച്ചു. മുൻ ഇൻകം ടാക്സ് കമ്മീഷണറാണ് ആർ മോഹനൻ. എം വി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ സാഹചര്യത്തിലാണ് പുതിയ നിയമനം. ആദ്യ പരീക്ഷ ആശ്വാസത്തോടെ എഴുതി SSLC വിദ്യാർത്ഥികൾ. മലയാളം ഉൾപ്പെടെയുള്ള ഒന്നാം ഭാഷയിലായിരുന്നു ഇന്നത്തെ പരീക്ഷ. കനത്ത ചൂടിനുള്ള മുൻകരുതലായി പരീക്ഷാ കേന്ദ്രങ്ങളിൽ കുടിവെള്ളം സജ്ജീകരിച്ചിരുന്നു. വേനൽ ചൂടിനൊപ്പം വിദ്യാർത്ഥികൾക്കിനി SSLC പരീക്ഷാ ചൂടിന്റെയും കാലം. ഉച്ചതിരിഞ്ഞ് 1:45 മുതൽ 3:30 വരെയായിരുന്നു പരീക്ഷ. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമും കഴിഞ്ഞ് വിദ്യാർത്ഥികൾ ഒന്നാം ഭാഷ പാർട്ട് 1 പരീക്ഷ എഴുതി. പ്രയാസരഹിതമായിരുന്നു മലയാളം അടക്കമുള്ള ചോദ്യപേപ്പറുകളെന്ന് പരീക്ഷയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ പറയുന്നു. പരീക്ഷ എളുപ്പമായിരുന്നു, പഠിച്ചെല്ലാം ഉണ്ടായി. പിന്നെ ഈ വർഷം ഭയങ്കര എളുപ്പമായിട്ടുള്ള പൊളിയായിരുന്നു. ഓണായിരുന്നു പരീക്ഷ. പഠിച്ചോണ്ട് എളുപ്പമായിട്ട് എഴുതാൻ പറ്റി. പരീക്ഷ സൂപ്പറായിരുന്നില്ല. ഓണായിരുന്നല്ലേ? ഫുൾ ഓണായിരുന്നു. സമയം 1.5 മണിക്കൂറേ ഉള്ളൂ. അപ്പൊ അതില് ഇങ്ങനെ അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ട് എഴുതാൻ പറ്റില്ല. ആ ഒരു ടൈമിൽ ചുരുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ചുരുക്കുമ്പോൾ കുറച്ച് സാറ്റിസ്ഫാക്ഷൻ കുറവാണ് എഴുതിയത്. റെഗുലർ വിഭാഗത്തിൽ 4,35,116 പേരും പ്രൈവറ്റായി 2,151 വിദ്യാർത്ഥികളുമാണ് ഇന്ന് SSLC പരീക്ഷ എഴുതിയത്. സംസ്ഥാനത്തും ലക്ഷദ്വീപിലും ഗൾഫ് മേഖലയുമായി 2,941 കേന്ദ്രങ്ങളിലാണ് പരീക്ഷ. മാർച്ച് 28 വരെയാണ് പരീക്ഷ. 54 കേന്ദ്രങ്ങളിൽ ഏപ്രിൽ 5 മുതൽ മെയ് 2 വരെ 2 ഘട്ടങ്ങളിലായിട്ടാണ് മൂല്യനിർണ്ണയം. ന്യൂസ് 18 തിരുവനന്തപുരം.
പിറവംപള്ളിയിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കാനുള്ള ശ്രമങ്ങളിൽ നേരിട്ട് ഇടപെടില്ലെന്ന് ഹൈക്കോടതി. വരിക്കോലി കട്ടച്ചിറ പള്ളികളിൽ പൂർണ്ണസമയ പോലീസ് സുരക്ഷ നൽകേണ്ട സാഹചര്യമില്ലെന്നും ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഹർജി തീർപ്പാക്കി ഹൈക്കോടതി വിധിച്ചു. തർക്കമുള്ള പള്ളികളിലും ഇരുവിഭാഗത്തിനും സംസ്കാര ചടങ്ങുകൾ നടത്താമെന്നും കോടതി പറഞ്ഞു. പള്ളികളുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച സുപ്രീം കോടതി വിധി രമ്യമായി നടപ്പിലാക്കുന്നതിൽ കോടതി ഇടപെടൽ ആവശ്യപ്പെട്ട് യാക്കോബായ വിശ്വാസിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർക്കാർ മുൻകൈയെടുത്ത് ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തുന്ന കാര്യവും ഉത്തരവിൽ കോടതി ചൂണ്ടിക്കാട്ടി. വരിക്കോലി കട്ടച്ചിറ പള്ളികളിൽ പൂർണ്ണസമയ പോലീസ് സുരക്ഷ ആവശ്യമില്ലെന്ന് ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഹർജികൾ തീർപ്പാക്കി ഹൈക്കോടതി ഉത്തരവിട്ടു. 1934 സഭാ ഭരണഘടന അനുസരിച്ച് നിയമിതരായ വൈദികർക്ക് ആരാധനാകർമ്മം നടത്താം. ഇത്തരം സാഹചര്യങ്ങളിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലീസിന് ഇടപെടാമെന്നും ഉത്തരവിൽ പറയുന്നു. തർക്കം നിലനിൽക്കുന്ന പള്ളികളിൽ സംസ്കാര ചടങ്ങുകൾ നടത്താൻ ഇരുവിഭാഗത്തിനും അവകാശമുണ്ട്. എന്നാൽ ഭരണഘടനാനുസൃതം നിയമിക്കപ്പെട്ട വൈദികർക്ക് മാത്രമേ പള്ളിക്കുള്ളിൽ മരണാനന്തര ശുശ്രൂഷകൾ നടത്താൻ അനുമതിയുള്ളൂവെന്നും വിധിയിൽ വ്യക്തമാക്കുന്നു. മലങ്കര സഭയുടെ പള്ളികളിൽ 34 ഭരണഘടന അനുസരിച്ച് മാത്രമേ ഭരിക്കപ്പെടാവൂ എന്നും ആ ഭരണഘടന അനുസരിച്ച് ഇടവക്കാരായിരിക്കുന്ന ആളുകൾക്ക് ഒരു തരത്തിലുള്ള അവകാശങ്ങളും നിഷേധിക്കരുതെന്നും ബഹുമാനപ്പെട്ട കോടതി വിധിയിൽ പരാമർശിച്ചിട്ടുണ്ട്. സ്വന്തം വിശ്വാസമനുസരിച്ച് പള്ളിക്ക് പുറത്ത് ശുശ്രൂഷ ചടങ്ങുകൾ നടത്തിയ ശേഷം പള്ളിക്കുള്ളിൽ സംസ്കാരം നടത്താൻ തടസ്സമില്ല. ന്യൂസ് 18 കൊച്ചി. കോട്ടയത്തെ കെവിൻ വധക്കേസിൽ കുറ്റപത്രം കോടതി അംഗീകരിച്ചു. കെവിന്റെ ഭാര്യ നീനുവിന്റെ അച്ഛൻ ഉൾപ്പെടെയുള്ള 14 പേരാണ് പ്രതികൾ. നരഹത്യാ വകുപ്പ് തള്ളണമെന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യം കോടതി തള്ളി. കൊലക്കുറ്റം ഉൾപ്പെടെ 10 വകുപ്പുകൾ ചുമത്തിയ കേസിൽ ആകെ 14 പ്രതികളാണുള്ളത്. കുറ്റപത്രം വായിപ്പിച്ച് കേൾപ്പിച്ച ശേഷം നടത്തിയ പ്രാഥമിക വിചാരണയ്ക്കൊടുവിലാണ് കോട്ടയം ജില്ലാ സെഷൻസ് കോടതി 4 കെവിൻ കേസിലെ കുറ്റപത്രം അംഗീകരിച്ചത്. കൊലപാതകം, ഗൂഢാലോചന, നരഹത്യ, തട്ടിക്കൊണ്ടുപോകൽ, ഭവനഭേദനമടക്കം 10 വകുപ്പുകളാണ് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിചാരണയ്ക്ക് മുൻപ് തന്നെ നരഹത്യ ഒഴിവാക്കണമെന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യം കോടതി തള്ളി. വകുപ്പുകൾ അനുസരിച്ചുള്ള കുറ്റപത്രം ഇന്ന് കോടതി നൽകി പ്രതികൾക്ക്. എല്ലാ പ്രതികളോടും കുറ്റപത്രം കോടതി വായിച്ചു കേൾപ്പിച്ചു. അവർ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു, ഒരു കുറ്റം നിശ്ചയിച്ചു. ഇനിയിപ്പോൾ ദുരഭിമാന കൊല നിൽക്കും. കുറ്റപത്ര പ്രകാരം മർഡർ ഉണ്ട് ഇതിനകത്ത്. കേസ് ദുരഭിമാന കൊലയാണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. കെവിന്റെ ഭാര്യയായ നീനുവിന്റെ അച്ഛൻ ചാക്കോയും സഹോദരൻ ഷാനുവും അടക്കം 14 പ്രതികളാണ് കേസിലുള്ളത്. ന്യൂസ് 18 കോട്ടയം. തിരുവനന്തപുരത്ത് തട്ടിക്കൊണ്ടുപോയ യുവാവിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. കൊഞ്ചരവിള സ്വദേശി അനന്തു ഗിരീഷിനെയാണ് ഇരു കൈകളിലെയും ഞരമ്പറുത്തും ക്രൂരമായി മർദ്ദിച്ചും കൊലപ്പെടുത്തിയത്. കരമനയിലെ ബൈക്ക് ഷോറൂമിന് പിറകിലെ കുറ്റിക്കാടിനുള്ളിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. കൊഞ്ചരവിള ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗം യുവാക്കൾ തമ്മിൽ അടിപിടി നടന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് കൊഞ്ചരവിള സ്വദേശി 21-കാരൻ അനന്തു ഗിരീഷിനെ ഒരു സംഘം യുവാക്കൾ തട്ടിക്കൊണ്ടുപോയത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:30 തളിയലിലെ ബേക്കറിയിൽ നിന്ന് അനന്തുവിനെ 8-അംഗ സംഘം ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയി. യുവാവിനെ കാണാനില്ലെന്ന് കാട്ടി ബന്ധുക്കൾ കരമന പോലീസിൽ പരാതി നൽകി. തട്ടിക്കൊണ്ടുപോയവരുമായി ബന്ധമുള്ള യുവാക്കളെ ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തെക്കുറിച്ച് വിവരം ലഭിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കൈമനത്ത് ബൈക്ക് ഷോറൂമിന് പിറകിലെ കുറ്റിക്കാട്ടിൽ മൃതദേഹം കണ്ടെത്തി. ഇരു കൈകളിലെയും ഞരമ്പ് മുറിച്ച നിലയിലായിരുന്നു. ശരീരമാസകലം മുറിപ്പാടുകളുമുണ്ട്. 2 കൈയുടെയും നരം വറുത്ത് മൃഗീയമായി ബ്രൂട്ടൽ ആയി ഉപദ്രവിച്ച് ആണ് ജീവൻ പോയിരിക്കുന്നത്. കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേർ കരമന പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. നീറമൺകര സ്വദേശികളായ ബാലു, ശരത്ത്, വിനീത്, വിഷ്ണു, റോഷൻ, സുമേഷ്, കുഞ്ഞുവാവ, അരുൺ ബാബു എന്നിവരാണ് തട്ടിക്കൊണ്ടുപോകൽ സംഘത്തിലുണ്ടായിരുന്നതെന്നാണ് സൂചന. പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ സഞ്ജയ് കുമാർ ഗരുഡിൻ വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവല്ലയിൽ പെൺകുട്ടിയെ തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതി റിമാൻഡിൽ. പ്രതി അജിൻ റെജി മാത്യുവിനെ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയാണ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. അതേസമയം പെൺകുട്ടിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. ശരീരത്തിൽ 65% പൊള്ളലും വയറ്റിൽ ആഴത്തിൽ മുറിവുമുണ്ട്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് പെൺകുട്ടി. ഇന്നലെയാണ് പെൺകുട്ടി ആക്രമണത്തിന് ഇരയായത്. കൊതുക് പരത്തുന്ന വെസ്റ്റ് നൈൽ രോഗം മലപ്പുറത്ത് സ്ഥിരീകരിച്ചു. രോഗബാധിതനായ 6 വയസ്സുകാരനെ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കൃത്യമായ മരുന്ന് ലഭ്യമല്ലാത്തതാണ് വെല്ലുവിളി. വേങ്ങര സ്വദേശിയായ 6 വയസ്സുകാരനിലാണ് വെസ്റ്റ് നൈൽ രോഗം സ്ഥിരീകരിച്ചത്. പനിയും തലവേദനയും ശരീരവേദനയുമായാണ് ആദ്യം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. പിന്നീട് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ശരിയായ സമയത്ത് ചികിത്സ ആരംഭിച്ചാൽ തന്നെ 3 മാസമെങ്കിലും ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിവരുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. ഇത് നമ്മളെ നാഡീവ്യൂഹത്തിനാണ് പ്രധാനമായിട്ട് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണിത്. ഒരു കേസാണെങ്കിലും വളരെ പ്രധാനപ്പെട്ടതാണ്. ജപ്പാൻ ചുരത്തിനാണെങ്കിൽ നമുക്ക് വാക്സിൻ ലഭ്യമാണ്. പക്ഷേ ഈ അസുഖത്തിന് വാക്സിൻ ലഭ്യമല്ല. ക്യൂലെക്സ് കൊതുകുകളാണ് രോഗം പരത്തുന്നത്.
മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗം പകരില്ല. പക്ഷികളിലും അതുപോലെ തന്നെ രോഗബാധയുള്ള പക്ഷികളിലും മൃഗങ്ങളിലെയും കൊതുക് കടിച്ചിട്ട് ക്യൂലെക്സ് കൊതുകുകൾ കടിച്ചിട്ട് ആ കൊതുകുകൾ നമ്മളെ കടിക്കുമ്പോഴാണ് ഇത് വരിക. കുട്ടിയുടെ വീടിന്റെ പരിസര പ്രദേശങ്ങളിൽ പ്രതിരോധ പ്രവർത്തനം ആരംഭിച്ചു. രോഗം മറ്റൊരിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും അടിയന്തര സാഹചര്യം നേരിടാൻ തയ്യാറായിരിക്കാൻ ജില്ലയിലെ എല്ലാ ആശുപത്രികൾക്കും DMO നിർദ്ദേശം നൽകി. 1938 ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ആദ്യമായി വെസ്റ്റ് നൈൽ വൈറസ് കണ്ടെത്തിയത്. 2011 കേരളത്തിൽ ആദ്യമായി രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18. ശബരിമലയിലെ ക്ഷേത്രോത്സവത്തിന്റെ 2ാം ദിവസമായ ഇന്ന് പ്രത്യേക പൂജകൾ നടന്നു. രാവിലെ 11:30 തന്ത്രി കണ്ഠരര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഉത്സവ ബലി നടന്നു. തന്ത്രി കണ്ഠരര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 11:30 നടന്ന ഉത്സവബലിയാണ് സന്നിധാനത്ത് ഇന്ന് നടന്ന പ്രധാന ചടങ്ങ്. എല്ലാ ഉത്സവ ദിവസങ്ങളിലും ഉത്സവബലിയും ശ്രീഭൂതബലിയും ഉണ്ടാകും. ശനിയാഴ്ച വിളക്കെഴുന്നള്ളിപ്പും 9ാം ഉത്സവ ദിവസം പള്ളിക്കുറുപ്പും നടക്കും. അവസാന ഉത്സവ ദിവസമായ 21ാം തീയതിയാണ് പ്രസിദ്ധമായ പമ്പ ആറാട്ട്. അതേസമയം ഉത്സവത്തോടനുബന്ധിച്ച് സന്നിധാനത്ത് ദർശനം നടത്താനെത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണം വളരെ കുറവാണ്. സാധാരണഗതിയിൽ മാസപൂജകൾക്കായി നട തുറക്കുമ്പോൾ അനുഭവപ്പെടുന്ന തിരക്കിലേക്ക് സന്നിധാനം ഇനിയും നീങ്ങിയിട്ടില്ല. ന്യൂസ് 18 സന്നിധാനം. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടും വീട് പണി തുടങ്ങാൻ കഴിയാതെ ഇടുക്കി ചിന്നക്കനാലിലെ ആദിവാസി കുടുംബം. ഭൂമിയുടെ കൈവശാവകാശ രേഖ നൽകുന്നില്ല എന്നാണ് കുടുംബത്തിന്റെ പരാതി. സർട്ടിഫിക്കറ്റ് നൽകാത്തതിന് പിന്നിൽ ഭൂമാഫിയാണെന്നാണ് ആരോപണം. 2003 സർക്കാർ കുടിയിരുത്തിയ ആദിവാസി കുടുംബങ്ങളിലൊന്നാണ് തോമസിന്റെ കുടുംബം. കാട്ടാന ശല്യം രൂക്ഷമായതോടെ 68 കുടുംബങ്ങളും സ്ഥലവും വീടും ഉപേക്ഷിച്ചുപോയി. പോകുവാൻ മറ്റിടമില്ലാത്തതിനാൽ ഇവർ ഇവിടെ കഴിഞ്ഞുകൂടി. 2010 കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ തോമസ് കിടപ്പിലായി. ഇതോടെ ഇവർ സമീപമുള്ള റവന്യൂ ഭൂമിയിൽ കുടിൽ കെട്ടി താമസം തുടങ്ങി. താമസിക്കുന്ന ഭൂമിയിൽ വീട് വയ്ക്കുന്നതിന് വില്ലേജ് ഓഫീസിൽ നിന്നും നൽകിയ കൈവശാവകാശ രേഖ നഷ്ടമായി. വീണ്ടും അപേക്ഷ നൽകിയെങ്കിലും സർട്ടിഫിക്കറ്റ് ലഭിച്ചില്ല. കുടുംബം നിരാഹാരം കിടന്നതിനെ തുടർന്ന് തഹസിൽദാർ ഇടപെട്ട് കൈവശാവകാശം നൽകാമെന്ന് ഉറപ്പ് നൽകി. എന്നാൽ ഇത് പാലിക്കപ്പെട്ടില്ല. ഇതോടെ വീട് നഷ്ടമാകുമോ എന്ന ആശങ്കയിലാണ് ഇവർ. ഞങ്ങൾ ഇപ്പോഴും രാത്രി ആനശല്യം കൊണ്ട് വെളിയിൽ തീ കത്തിച്ച് ഞങ്ങൾ ഓരോ രാത്രിയും കഴിഞ്ഞുകൂടുകയാണ്. ഞങ്ങൾക്ക് ഏതൊരു മാർഗവുമില്ല. ഒരു കെട്ടിടപ്പുള്ള വീടുണ്ടെങ്കിൽ സുഖമായിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ അകത്ത് കിടന്ന് ഉറങ്ങാം. ഇത് അതുപോലെ സാധിക്കാതെ കിടന്ന് വലയുന്ന ഒരു സംഭവമാണിത്. നിലവിൽ ഇവർ താമസിക്കുന്ന റവന്യൂ ഭൂമി കയ്യേറ്റ മാഫിയ വിൽപ്പന നടത്തുന്നതിന് ശ്രമിക്കുകയാണെന്നും ഇവരുടെ ഇടപെടൽ മൂലമാണ് കൈവശാവകാശ രേഖ ലഭിക്കാത്തതുമെന്നുമാണ് ഇവരുടെ ആരോപണം. ഞങ്ങൾക്ക് പൊസിഷൻ പേപ്പർ തരാത്തതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഭൂമാഫികൾ 9 കോടി രൂപയ്ക്ക് വിറ്റിരിക്കുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇവര് അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഇതിനിറങ്ങിക്കഴിഞ്ഞപ്പോൾ മുതൽ ഇവരെന്നാ ചെയ്തെന്ന് ചോദിച്ചാൽ ഞങ്ങളെക്കാളും തലക്കെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ കാണുക. അവരും ഇതിനു വേണ്ടിയിട്ട് കൂട്ടുനിൽക്കുന്നു. കേറിക്കിടക്കാൻ അടച്ചുറപ്പുള്ള ഒരു വീട് മാത്രമാണ് ഇവരുടെ ആവശ്യം. അതിനായി അധികൃതരുടെ കനിവും കാത്തിരിക്കുകയാണ് ഈ കുടുംബം. ന്യൂസ് 18 ചിന്നക്കനാൽ.